ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ചേമ്പില തോരനുമായിട്ടാണ്. അപ്പോൾ ചേമ്പില തോരൻ വെക്കാനായിട്ട് നമ്മൾ സാധാരണ പാൽച്ചേമ്പ്, നമ്മളെല്ലാവരും വീട്ടിലുള്ള പാൽച്ചേമ്പിൻ്റെ ഇല തന്നെയാണ് എടുത്തിട്ടുള്ളത്. ആ വലിയ ചേമ്പിൻ്റെ അല്ലാതെ ഉപ്പേരി ചേമ്പല്ല കേട്ടോ, സാധാ വലിയ ചേമ്പിൻ്റെ ഇല തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് നമ്മളതിൻ്റെ ഇല എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അധികം മൂക്കാത്ത ഇളയ ഇല വേണം എടുക്കാൻ. അപ്പോൾ നമുക്കതിൻ്റെ പുറത്തെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. നമ്മളിത് സാധാ താള് ഇങ്ങനെ വലിച്ചാൽ പോരുന്ന പോലെ പെട്ടെന്ന് ഇങ്ങനെ പോരില്ല കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ചുരണ്ടി കളഞ്ഞിട്ടൊന്ന് എടുക്കാം. അപ്പോൾ അതൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ അതെങ്ങനെ വേണമെങ്കിലും അരിയട്ടോ, ചെറുതായിട്ട് വലുതായിട്ട് എങ്ങനെ അരിഞ്ഞാലും കുഴപ്പമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. അതിൻ്റെ ഇലയായാലും ആ താളായാലും ഒക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതുകൊണ്ട് വലിയ കഷ്ണങ്ങളായാലും കുഴപ്പമൊന്നുമില്ല. എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. നല്ല ടേസ്റ്റാട്ടോ തോരൻ വെച്ചാൽ. പിന്നെ എല്ലാവരും വിചാരിക്കുന്നത് പിന്നെ ചൊറിയൂലെന്ന്. അപ്പോൾ നമ്മളതിൻ്റെ ഇല എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അധികം മൂക്കാത്ത ഇല വേണം എടുക്കാൻ. ചോറിലേക്ക് കൂട്ടാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ താളും ഇലയും ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് തോരൻ വെക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട്, ഇവിടെ 4 ദിവസമായിട്ട് ഇവിടെ നല്ല വെയിൽ തന്നെയാണെങ്കിലും നമ്മുടെ എണ്ണയൊക്കെ അങ്ങനെ കട്ടായിട്ട് തന്നെയാണ് കേട്ടോ. നമുക്കതിലേക്ക് വേണം കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ഒതുക്കിയെടുക്കാം. നമ്മൾ ഇടിക്കല്ലിൽ ഇട്ടിട്ട് അതൊന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട്. ഇനി ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ഇലകളൊക്കെ ഇട്ട് കൊടുക്കാം. ഇലകളൊക്കെ ഇട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കട്ടോ. പിന്നെ അതൊന്ന് ഒതുങ്ങി കിട്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങയും ആണ്. ഒന്ന് തേങ്ങയും പച്ചമുളകും ചെറിയുള്ളിയും കൂടി ഒന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ കണ്ടോ, നമ്മുടെ ചേമ്പൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒതുക്കി വെച്ച തേങ്ങയും പച്ചമുളകും ഒക്കെ ഒന്നിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി ചേർത്ത് എടുക്കാം. കണ്ടോ, അപ്പോൾ നമ്മൾ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കണ്ടോ, അതിൽ വെള്ളമൊന്നുമില്ല കേട്ടോ, അതിൻ്റെ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. അപ്പോൾ തോരനൊക്കെ ഇവിടെ റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നത് വരെ ബൈ.